ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വന്നു, എങ്ങനെ സോൾവ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി ഒന്ന് ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം 2025 ജനുവരിയോട് കൂടിയിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോനായിരുന്നു കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിനാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ടൈം പാസ് എന്ന നിലയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും ചെയ്യാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് മക്കളെ വീഡിയോസ് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ കുറവായിരുന്നു വ്യൂസൊക്കെ എന്ന് പറയുന്നത്. ഷോർട്സ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകെ പോകെ ഒരു 1K ഒക്കെ മുകളിലൊക്കെ വ്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതല്ല, എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഇതിൽ ഈ ക്രൈറ്റീരിയാസ് കാര്യങ്ങളുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ കൂടെ തന്നെ യൂട്യൂബിൻ്റെ വേറൊരു ആപ്പായിട്ടുള്ള വൈറ്റ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് വേണമെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. എഡിറ്റിംഗ് ചെയ്യാൻ വരെ പഠിച്ചതും ഞാൻ യൂട്യൂബിലൊക്കെ തന്നെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. എപ്പോഴും വലിയതായിട്ടൊന്നും അറിയൊന്നുമില്ല, എന്നാലും കുറേയൊക്കെ പഠിച്ചത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ സമയത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ഇതേപോലെ എൻ്റെ യൂട്യൂബ് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ലിങ്കൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, നമ്മളാരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ ആ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ തുടങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം, യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം ദയവ് ചെയ്ത് ആരോട്, നമ്മളെ ഫാമിലിയിലും നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. എല്ലാവരുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്ന് അവരൊക്കെ സപ്പോർട്ട് ഉണ്ട്. അല്ലാണ്ട് നമ്മളെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരാരും നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യില്ല കേട്ടോ, എല്ലാവരും ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പോകാതെ നിൽക്കുക നല്ലത്. നമുക്കല്ലാതെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിക്കോളും. നമ്മളിടുന്ന വീഡിയോസ് കണ്ട ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ആണ്. പിന്നെ ഞാൻ ഇതൊന്നും കണ്ടിട്ട് ഞാൻ മടിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഒരു 100 സബ്സ്ക്രൈബ് ആയിരുന്നു അപ്പോൾ. ഒരു 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശിയിൽ തന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ഈ ക്രൈറ്റീരിയാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നീട് കുറേ കഴിയുമ്പോൾ അത് കാണുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ആ വീഡിയോസൊക്കെ പിന്നീട് കാണുമ്പോൾ രസമാണല്ലോ. മെയിനായിട്ട് കുട്ടികളൊക്കെ വളർച്ചയൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ കഴിഞ്ഞ് കാണുമ്പോൾ അവർക്കായാലും ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ അതും കൂടി ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കൂടി പറയാം. പിന്നെ ഈ ക്രൈറ്റീരിയ എന്നുള്ള കാര്യം, പിന്നെ അങ്ങനെ ക്രൈറ്റീരിയൻ്റെ കാര്യമൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി. അത് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്നും കൂടി ഒന്ന് പറയാം. നമുക്ക് ആപ്പ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും 365 ദിവസത്തിനുള്ളിൽ ലോങ് വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഷോർട്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 മില്യൺ വ്യൂസ് ആണ് വേണ്ടത്. ഫുൾ മോണി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും 365 ദിവസത്തിനുള്ളിലാക്കണം. ഷോർട്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 10 മില്യൺ വ്യൂസ് വേണം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഷോർട്സ് ഒന്നും ചെയ്ത് എന്തായാലും മോണിയാക്കി എടുക്കാനുള്ള കാര്യം കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലോങ് വീഡിയോ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ വാച്ച് അവർക്ക് അങ്ങനെ കയറുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ പറഞ്ഞു കേട്ടത്, നമുക്ക് പെട്ടെന്ന് മോണിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 1 ഇയറിനുള്ളിൽ നമ്മൾ ആ ഒരു മോണി ആക്കി എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് ആ ഒരു സമയം ഉണ്ടായിരുന്ന ആ വാച്ച് അവർ ആ ഒരു ഇയർ കഴിയുമ്പോൾ കുറഞ്ഞു വരും. ആ ഒരു കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ഈ ലൈവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മോണിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അറിഞ്ഞു കേട്ടോ. 1-2 ആൾക്കാരെ വീഡിയോസ് കണ്ടു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാനിരുന്നു. ലൈവ് ചെയ്യാൻ അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ. ലൈവൊക്കെ ചെയ്യണ സമയത്ത് എങ്ങനെ റിപ്ലൈ ചെയ്യുക, എന്താ ചെയ്യാന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ പോകെ പോകെ എനിക്ക് അതൊക്കെ ഒന്ന് സെറ്റായി.
വന്നു കേട്ടോ. പിന്നെ ലൈവിലൂടെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ലൈവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യാഞ്ഞായാലും എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ലൈവിലൂടെ ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഈ ലൈവൊക്കെ ചെയ്ത് ഏകദേശം ഞാൻ ലൈവും ലോങ് വീഡിയോയും ചെയ്തെങ്ങാണ്ട് എൻ്റെ ചാനൽ ഹാഫ് മോണിയാക്കി എടുത്തു. ഒക്ടോബർ ഒരു ലാസ്റ്റോട് കൂടിയിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയി കിട്ടി കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാവരും നിങ്ങൾ ആരെങ്കിലും ഇനി ഹാഫായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഹാഫാകാൻ പോകുന്നവരൊക്കെ ഹാഫ് മോണി ആവാൻ നിൽക്കുന്നവരോടൊക്കെ വേണ്ടി പറയാണ്, ഹാഫാകുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുള്ളാണ് സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂട്യൂബിലെ ക്രൈറ്റീരിയാസിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ പോവുകയാണെന്നുള്ളത്. ആദ്യം 4000 ആയിരുന്നു 1 ഇയറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കേണ്ടത് ലോങ് വീഡിയോൻ്റെ കേസിൽ. ഷോർട്ട് വീഡിയോൻ്റെ ആണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് ആയിരുന്നു. ഇപ്പം അതൊക്കെ ചേഞ്ചായി. ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8000 ആവണം. അതേപോലെ ഷോർട്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 20 മില്യൺ ആവണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ഏകദേശം ഒരു വാച്ച് അവർ പകുതിയായി, അല്ലെങ്കിൽ വാച്ച് അവർ പകുതി ആവാൻ ഇനി കുറച്ചൊക്കെ ഉള്ളൂ എന്നുള്ളവരൊക്കെ പെട്ടെന്ന് ആക്കിക്കോളൂ കേട്ടോ. ഈ 4000 വാച്ച് അവർ ആവാൻ പെട്ട പാടി എനിക്ക് അറിയുള്ളൂ ടീച്ചർ. അപ്പോൾ ഇനി ഈ 8000 വാച്ച് അവർ ആക്കിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. അതേ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. എല്ലാവരും പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പെട്ടെന്ന് തന്നെ ലോങ് വീഡിയോ ലൈവൊക്കെ ചെയ്തിട്ട് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ ഞാൻ ആവുന്ന സമയത്ത് തന്നെ ഞാനും ചേട്ടൻ കൂടി ഇരുന്ന് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. അപ്പോൾ ഞാൻ ഓരോരുത്തർ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കൊടുത്തു. അങ്ങനെ ഒരു നവംബർ ഫസ്റ്റോട് കൂടിയിട്ട് ഫുൾ മോണി ആവുകയും ചെയ്തു. അപ്പോൾ ഒത്തിരി സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത കടമ്പ നമ്മൾ കടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോണി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് $100 ആവണം ക്യാഷ് അക്കൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി ഈശ്വര ഇനി ഏത് കാലമാണ്. ഞാൻ വിചാരിച്ച ആദ്യം എന്താ വിചാരിച്ചു വെച്ചാൽ, മോണിയൊക്കെ ആക്കാനായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാഷൊക്കെ കിട്ടും, ഒരുപാട് ക്യാഷൊക്കെ കിട്ടും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് മണ്ടത്തരായിരുന്നു. നമുക്ക് $100 ആവണം ക്യാഷ് അക്കൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷോക്കാണ് കേട്ടോ. 1 ലാഖിൻ്റെ മുകളിലൊക്കെ വ്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് $1 കിട്ടുള്ളൂ. പിന്നെ ലോങ് വീഡിയോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് അനുസരിച്ചുണ്ടാവും. ഏകദേശം ഒരു 1Kൻ്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ $1 അടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പോകെ ഒരു $10 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു, ID വെരിഫിക്കേഷനും അതേപോലെ അഡ്രസ് വെരിഫിക്കേഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് വന്ന സമയത്ത് നമ്മളതിൽ പ്രൂഫ് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസോ വേണം കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആ ഒരു സമയത്ത് അത് മിസ്മാച്ച് വന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ എനിക്കൊരു മെയിലും വന്നു. മെയിലിൽ എങ്ങനെ പറയുന്നത്, ഞാൻ കൊടുത്ത, അതായത് ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് ഞാൻ കൊടുത്ത അഡ്രസ്സ് ന്യൂസിലാൻഡിലായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡിലെ അഡ്രസ്സും ന്യൂസിലാൻഡിലെ കൺട്രി ആയതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിലെ പ്രൂഫ് എന്തെങ്കിലും വേണം നമ്മൾ ID വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കാനായിട്ട്, അഡ്രസ്സ് വെരിഫിക്കേഷനും. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ ന്യൂസിലാൻഡിലെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലെ ലൈസൻസോ ഒന്നും തന്നെ ഇല്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ ഇനി നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ബാങ്ക് കാര്യങ്ങളൊക്കെ പിന്നെ സീനാവും. ആ ഒരു സമയം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പിൻ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് കൈപ്പറ്റേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മണ്ടത്തരായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശരിക്കും മണ്ടത്തരം മനസ്സിലാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്താ പറയുക, ഞാനാണെങ്കിൽ ഇവിടുത്തെ ആണല്ലോ കൊടുത്തത്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കൺട്രി ചേഞ്ച് ആയി കിട്ടണമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ആരുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കി, ആരും ഇതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തത് കാണുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടിയത് ChatGPTയോട് ചോദിക്കാന്നുള്ളതാണ്. അങ്ങനെ ChatGPTയോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് കൺട്രി ചേഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ ഒരു 34 ദിവസം എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 34 ദിവസം വെയിറ്റ് ചെയ്തു. വീണ്ടും 34 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും ന്യൂസിലാൻഡിൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും എന്നോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ 3 തവണ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് ഇനി ChatGPTൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി വേറൊരു ആഡ്സെൻസ് അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ, ന്യൂസിലാൻഡിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് കൊടുത്ത സമയത്തും റിജക്റ്റ് ആയി.
അപ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ടീം നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ന്യൂസിലാൻഡിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം അത് റിജക്റ്റ് ആയി പോവാണ്. അപ്പോൾ എന്നോട് ChatGPT പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഏകദേശം ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ഈ 2026 ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യൻ അഡ്രസ്സ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡിൻ്റെ ചെറിയ അനിയൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വെറുതെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേരിൽ ഓൾറെഡി ഉള്ളത് കാരണം എനിക്കിനി ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മേൻ്റെ പേരിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ പേരിൽ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ അമ്മേൻ്റെ പേരിൽ കൊടുത്തപ്പോഴും റിജക്റ്റ് ആവാം. അപ്പോൾ റിജക്റ്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ പേരിൽ ഒരു ആഡ്സൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് റിജക്റ്റ് ആവാതെ വേറെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എൻ്റെ ആഡ്സൻസിൻ്റെ ആ ഒരു ഏകദേശം കുറച്ച് ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു, ഡോളർ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയം കൊണ്ട്. അത് പിന്നെ റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പോവാണെങ്കിൽ പോട്ടെ പുല്ല് എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് പിന്നെ വേറെ ഞാൻ കൊടുക്കാൻ നോക്കി. നമ്മൾ ഒരു തവണ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ പിന്നീട് ആ പേരിൽ വെച്ചിട്ട് ആ ഒരു പേരിൽ വെച്ച് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയി പോകും. പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ പേരിൽ വെച്ചിട്ട് അവൾ ഇതേപോലെ തന്നെ വിളിച്ചു. അവൾ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ പേരിലും ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിലാണ് എൻ്റെ ആഡ്സൻസ് അക്കൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടിയത്. നാട്ടിലത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഫൈനലി അത് റെഡിയായി. അതിൻ്റെ പുറകെ തന്നെ ഞാൻ ആ നഷ്ടമായി എന്ന് പറഞ്ഞ കുറച്ച് ഡോളർ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ആഡായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച, പോയി എന്ന് വിചാരിച്ച, പക്ഷെ അത് ഇതിലേക്ക് ആഡായി വന്നു. അങ്ങനെ ഇപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ഈ ഒരു ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത് റെഡിയായി കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നും ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ഒഴിവാക്കരുത്. നമുക്ക് എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ശരിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അത് ശരിയായി കിട്ടി. അവളായാലും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് എന്നും കൂടി ഞാൻ പറയാണ്. ഇപ്പോൾ ഒരു 6K സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത്ര പോലെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. പിന്നെ ഫൈനലി നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ്റെ ഒരു പിൻ നമ്പർ കാര്യങ്ങളൊക്കെ വന്നു. ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിലാണ് വന്നിട്ടുണ്ടായത്, അതും കിട്ടി. ഗൂഗിളിൻ്റെ ഓഫീസിൽ നിന്ന് ആഡ്സൻസിൻ്റെ ലെറ്റർ തരുന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കൊക്കെ ഏത് കാലത്ത് അതൊക്കെ വിടുക അല്ലെങ്കിൽ കിട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് നിങ്ങളെല്ലാവരുടെ ഹെൽപ്പും കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളെല്ലാവരും ഹെൽപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ തുടർന്ന് ഇനി ഉള്ള വീഡിയോസ് ഏത് ടൈപ്പ് വീഡിയോസ് ഇടണമെന്നും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ് ആണോ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലെ ഇവിടുത്തെ ട്രാവൽ വ്ളോഗ് കാര്യങ്ങളൊക്കെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബിലെ ട്രിക്സും ടിപ്സും എനിക്ക് അറിയാവുന്ന എന്തെങ്കിലുമാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.